നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും വ്യാപക തീപിടുത്തം. വരാക്കര കപ്പേളയ്ക്ക് സമീപം ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. കേരളത്തെ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നു എന്നാരോപിച്ച് സിപിഐഎം തൃശൂരിൽ സംഘടിപ്പിച്ച BSNL മാർച്ച് KK ശൈലജ ഉദ്ഘാടനം ചെയ്തു. 5 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. പ്രധാനമന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധി സഹയോജന അപേക്ഷ സമാഹരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. അൻപത്തിയഞ്ചാമത് മന്നം സമാധി ടൗൺ NSS കരയോഗം സമുചിതമായി ആചരിച്ചു. വരന്തരപ്പിള്ളിയിൽ അഖിലേന്ത്യാ കിസാൻ സഭ കർഷക പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും വ്യാപക തീപിടുത്തം. തൃശൂർ പുഴയ്ക്കലിൽ ആര്യ ഹോട്ടലിന് സമീപം ഉണങ്ങിയ പുല്ലുകൾ നിറഞ്ഞ പാടത്താണ് വൻ തീപിടുത്തം ഉണ്ടായത്. കരികലർന്ന ശക്തമായ പുകയാണ് പ്രദേശമാകെ പരന്നത്. തൃശൂർ ഫയർഫോഴ്സ് സ്റ്റേഷനിലെ 3 യൂണിറ്റ് സേനകൾ എത്തിയാണ് മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ തീയണച്ചത്. ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞായിരുന്നു തീയും പുകയും ഉയരുന്നത് പ്രദേശത്തുള്ളവർ കണ്ടത്. തുടർന്ന് നോക്കി നിൽക്കെ തീപിടുത്തം ശക്തമായി. സമീപത്തെ വഴിയോര കച്ചവടക്കാർ ഉടൻ തൃശൂർ ഫയർഫോഴ്സ് ഓഫീസിൽ വിളിച്ചറിയിക്കുകയായിരുന്നു. പുഴയ്ക്കൽ പാടത്ത് പലയിടങ്ങളിലും റോഡ് പണി നടക്കുന്നതിനാൽ വൻ ഗതാഗതക്കുരുക്കാണ് സമീപ ദിവസങ്ങളിൽ മുഴുവൻ ദിവസവും അനുഭവപ്പെടുന്നത്. ഗതാഗതക്കുരുക്കും മറികടന്ന് നിമിഷങ്ങൾക്കകമാണ് തൃശൂർ ഫയർഫോഴ്സ് സേനാംഗങ്ങൾ രക്ഷാപ്രവർത്തനവുമായി എത്തിയത്. പ്രദേശത്തെത്തിയ നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ സഹായികളായി. നടത്തറ പൂച്ചട്ടിക്ക് സമീപം കൊഴുക്കുളിയിലുണ്ടായ തീപിടുത്തവും തൃശൂർ ഫയർഫോഴ്സ് സേനാംഗങ്ങളെത്തി കെടുത്തി. വരാക്കര കപ്പേളയ്ക്ക് സമീപം ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. വരാക്കര പയ്യാക്കര സ്വദേശി മൽപ്പാൻ വീട്ടിൽ നിക്സനാണ് പരിക്കേറ്റത്. ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. ആമ്പല്ലൂർ ഭാഗത്തു നിന്ന് വന്നിരുന്ന ഓട്ടോ തെക്കേക്കര റോഡിലേക്ക് തിരിയുന്നതിനിടെ പുറകിൽ വന്ന ബൈക്ക് ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു. നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വരന്തരപ്പിള്ളി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. കേരളത്തെ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നു എന്നാരോപിച്ച് സിപിഐഎം തൃശൂരിൽ സംഘടിപ്പിച്ച BSNL മാർച്ച് KK ശൈലജ ഉദ്ഘാടനം ചെയ്തു. ഏതു വിധേനയും കേരളത്തെ നശിപ്പിക്കുക എന്നതാണ് കേന്ദ്ര നയം. ഇടതുപക്ഷ നയങ്ങൾ നടപ്പിലാക്കിയത് മൂലം കേരളത്തിലെ ജനജീവിതം മെച്ചപ്പെട്ടതാണ്. അതിനർത്ഥം കേരളത്തിൽ എല്ലാം തികഞ്ഞു എന്നതല്ല. കേരളത്തിലെ അർഹതപ്പെട്ട അവകാശപ്പെട്ട യാതൊന്നും കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നില്ല. ഇത് കേരളത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയാണ്. ഫ്യൂഡലിസം അവസാനിപ്പിക്കാത്ത മുതലാളിത്തവൽക്കരണം കോൺഗ്രസ് ആണ് രാജ്യത്ത് നടപ്പിലാക്കിയത്. BJPയും അതുതന്നെ ചെയ്യുന്നു. കോൺഗ്രസ് CPMന്റെ കരട് നയത്തെ കുറ്റം പറയുന്നു. രാജ്യത്ത് പൂർണ്ണമായും ഫാസിസം നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. രാജ്യത്ത് ഫാസിസം നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് BJP. ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരുന്നതുകൊണ്ടാണ് BJPക്ക് ഫാസിസം നടപ്പിലാക്കാൻ സാധിക്കാത്തത്. ഇതാണ് CPIM കരട് നയത്തിൽ പറഞ്ഞതെന്നും KK ശൈലജ പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ് അധ്യക്ഷനായി. CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, മുൻ മന്ത്രി AC മൊയ്തീൻ, NR ബാലൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും സംസാരിച്ചു. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കേരളം ഇന്ത്യയിലല്ലേ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് CPIM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. 5 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. നാളുകളായി ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുകയായിരുന്ന മോതിരക്കണ്ണി ആന്ത്രങ്കാംപാടം പുത്തിരിക്കൽ തട്ടാരത്ത് 29 വയസ്സുള്ള അലോഷ്യസാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 5 കിലോയോളം കഞ്ചാവ് പിടികൂടി.
സോഷ്യൽ മീഡിയയിൽ ബ്ലാക്ക് മാംബ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇയാൾ നാളുകളായി പോലീസിനെ കബളിപ്പിച്ച് ലഹരി വിൽപ്പന നടത്തുകയായിരുന്നു. ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷ്, SI MK സജീവ്, ഡാൻസ് ഓഫ് ക്രൈം സ്ക്വാഡ് SIമാരായ N പ്രദീപ്, VG സ്റ്റീഫൻ, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൗലോസ്, PM മൂസ, ASIമാരായ N പ്രദീപ്, U സിൽജോ, സീനിയർ CPOമാരായ AU റജി, ഷിജോ തോമസ്, SI ഷിയാസ്, സ്പെഷ്യൽ ബ്രാഞ്ച് SI മുരുകേഷ് കടവത്ത്, ചാലക്കുടി അഡീഷണൽ SIമാരായ E സിജുമോൻ, PV പാട്രിക്, ജോഫി ജോസ്, ജെയ്സൺ ജോസഫ്, ASI GBP ബാലൻ, സിവിൽ പോലീസ് ഓഫീസർ K സജിത് എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധി സഹയോജന അപേക്ഷാ സമാഹരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചൊവ്വാഴ്ച രാവിലെ 9:30 രാജീവ് ഗാന്ധി ടൗൺ ഹാളിൽ നടന്ന പരിപാടി ചാലക്കുടി MP ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഫിഷറീസ് അബ്ദുൾ മജീദ് പോത്തന്നൂർ സ്വാഗതം പറഞ്ഞു. ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരമഠത്തിൽ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. വനജ ദിവാകരൻ, PK ജേക്കബ്, പ്രീതി ബാബു, ദീപു ദിനേശ്, MM അനിൽകുമാർ, ലീല സുബ്രഹ്മണ്യൻ, K സുജ, ലിസി PD എന്നിവർ സംസാരിച്ചു. 55ാമത് മന്നം സമാധി ടൗൺ NSS കരയോഗം സമുചിതമായി ആചരിച്ചു. കരയോഗം പ്രസിഡന്റ് ശ്രീ I സദാനന്ദൻ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. കരയോഗം സെക്രട്ടറി KB മുരളീധരൻ സത്യപ്രതിജ്ഞ പുതുക്കി. അഡ്വക്കേറ്റ് രമേഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി സുധീഷ് കുമാർ മേലങ്ങത്ത്, വനിതാ സമാജം സെക്രട്ടറി ഗീത ബാഹുലയൻ, വാർഡ് കൌൺസിലർ ബിന്ദു ശശികുമാർ, PD നാരായണൻ, K ഗുണശേഖരൻ, വേണു പ്ലാവിട, മീനാകുമാരി, അമ്പാടി ഉണ്ണികൃഷ്ണൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. 55ാം ചരമവാർഷികമായ ഇന്ന് എല്ലാ കേരളത്തിലെ അങ്ങോളമുള്ള കരയോഗങ്ങളിലും പുതുക്കിയതിലും വരന്തരപ്പള്ളിയിൽ അഖിലേന്ത്യാ കിസാൻ സഭ കർഷക പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. വന്യമൃഗങ്ങളിൽ നിന്ന് കൃഷിയെയും കർഷകരെയും സംരക്ഷിക്കുക, 1972 വനനിയമം പരിഷ്കരിക്കുക, വന്യമൃഗ സംഘർഷം പരിഹരിക്കാനുള്ള പദ്ധതിക്കായി കേന്ദ്രം 1000 കോടി രൂപ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി KV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് MV സുരേഷ് അധ്യക്ഷത വഹിച്ചു. കിസാൻ സഭ ജില്ലാ സെക്രട്ടറി KK രാജേന്ദ്രബാബു, NK സുബ്രഹ്മണ്യൻ, ബിനോയ് ഞെരിഞ്ഞംപിള്ളി, KM ചന്ദ്രൻ, TM മുകുന്ദൻ, ദീപ S നായർ, ഗീത ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില 20 രൂപ കൂടി ഗ്രാമിന് 8075 രൂപ, പവന് 64,600 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും വ്യാപക തീപിടുത്തം. വരാക്കര കപ്പേളയ്ക്ക് സമീപം ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. കേരളത്തെ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നു എന്നാരോപിച്ച് CPIM തൃശൂരിൽ സംഘടിപ്പിച്ച BSNL മാർച്ച് KK ശൈലജ ഉദ്ഘാടനം ചെയ്തു. 5 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. പ്രധാനമന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധി സഹയോജന അപേക്ഷാ സമാഹരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. അൻപത്തിയഞ്ചാമത് മന്നം സമാധി ടൗൺ NSS കരയോഗം സമുചിതമായി ആചരിച്ചു. വരന്തരപ്പിള്ളിയിൽ അഖിലേന്ത്യാ കിസാൻ സഭ കർഷക പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു.
ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.